ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു കോട്ടിങ് ചെറുതായിട്ടെങ്കിലും പോയി തുടങ്ങിയ പിന്നെ നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ കളയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ടും അതേപോലെ സാൻഡ് പേപ്പർ പിന്നെ കത്തി എല്ലാം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു കോട്ടിങ് പരമാവധി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. നടുക്കിലൊക്കെ ഇത് പോകാനായിട്ട് കുറച്ച് എളുപ്പമായിരുന്നു, പക്ഷേ സൈഡിലൊന്നും അത്രയൊന്നും പോകണുണ്ടായിരുന്നില്ല. എന്നാലും പരമാവധി ഇതിനൊന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ബേസ് കോട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വട്ടം പെയിൻറ്റ് ചെയ്ത് അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു വട്ടം കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 കോട്ട് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ എന്താ വരയ്ക്കാൻ പോണേന്നുള്ളത് റഫായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് തല തിരിച്ച് പിടിച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഹെയർ ഉണ്ടല്ലോ, അതിൽ ഞാൻ ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടിയിട്ടാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് കുറച്ച് സ്ഥലത്ത് ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് ഗ്രീൻ കളർ, അങ്ങനെ മാറി മാറി ഈ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ മുടി ഞാൻ ഉദ്ദേശിക്കുന്നത് കടലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 കളേഴ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് വൈറ്റ് കളർ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ വൈറ്റ് കളർ കുറച്ച് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഫേസിൽ കണ്ണ്, മൂക്ക് അതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ഔട്ട്ലൈൻസ് മാത്രമാണ് നമ്മൾ വരയ്ക്കണത് കേട്ടോ. ഞാനിവിടെ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റും അതേപോലെ തിന്നായിട്ടുള്ള ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ടും വരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ മാർക്കർ വെച്ച് വരയ്ക്കണതാണ് നമുക്ക് വരയ്ക്കാനായിട്ട് കുറച്ച് എളുപ്പം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഔട്ട്ലൈൻസ് മാത്രമാണ് നമ്മൾ വരയ്ക്കണത്. അതേപോലെ ഇതിൻ്റെ ഐലാഷസ് ഉണ്ടല്ലോ, അതും വരച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഹെയറില്ലേ, അതിൻ്റെ ഉള്ളിലും നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ മാർക്കർ യൂസ് ചെയ്തിട്ട് ആ മുടിയുടെ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ ഇതുപോലെ വളച്ചിങ്ങനെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് നമ്മൾ ഈ ഹെയറിൽ അതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ നെറ്റിയുടെ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ച് കൊടുക്കുക, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക്. പിന്നെ ഇതിൻ്റെ ഹെയർ കടലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ബോട്ടുകളൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും വരച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന്. ഭൂമിദേവി എന്നൊക്കെ നമ്മൾ പറയണ പോലെ എർത്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യണത്. ഇനി അതല്ലെങ്കിൽ കടലും ആകാശവും തമ്മിലുള്ളൊരു കണക്ഷൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം കേട്ടോ. ഇതിൻ്റെ മേൽഭാഗത്ത് ഞാൻ കുറച്ച് സ്റ്റാർസും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വാളിൽ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണ് അല്ലെങ്കിൽ വരയ്ക്കാൻ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും വരയ്ക്കണതിന് പകരം നമുക്ക് എന്തെങ്കിലും എഴുതിയിട്ടായാലും വാളിൽ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്